അങ്ങനെ നമ്മൾ ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചണിൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ്. കിച്ചണൊക്കെ നടന്ന് കണ്ടോ? ഇഷ്ടമായോ? നിങ്ങളുടെ കുക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. നിങ്ങളുടെ വീട്ടിലെ കിച്ചൺ ഇതുപോലെയൊക്കെയാണോ? വേറെ ടൈപ്പാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഒരു എനർജി ഇല്ലല്ലോ. ആരും റെഡി? ഓക്കെ. അപ്പോൾ നമ്മൾ കുക്കിംഗ് തുടങ്ങുന്നതിനെക്കാട്ടിലും മുന്നേ ഒരാളിനെ വിളിക്കാനുണ്ട്. അദ്ദേഹത്തിനെ ഞാൻ വിളിക്കാൻ പോവാണ്. ആരാത്? ഷെഫ് അങ്കിൾ. ഷെഫ് അങ്കിൾ, വെൽക്കം ടു ഈസ്റ്റേൺ ലിറ്റിൽ കിച്ചൺ. ഓക്കെ, ഇന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹവാലിയൻ പൈനാപ്പിൾ ഓക്കെ, ഇവരാണ് ചീസ് സാൻഡ്വിച്ച് ഫ്രൂട്ട് ക്യൂബ്സ്. നിങ്ങൾ എന്താ ചെയ്യണം? ഹവാലിയൻ പൈനാപ്പിൾ ഹവായിൻ പൈനാപ്പിൾ. ദൈവമേ, ഫുൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, എ ബാച്ചും എ ടീം ഏതാണ്? എ ടീം ആരായിരുന്നു? എ ടീം. ഓ, എ ടീം. അവർ അങ്ങോട്ടേക്ക് രണ്ടുപേരും അങ്ങോട്ടേക്ക് കാണിക്കണം. എ ടീമാണ്. ഓക്കെ, ബി ടീം, എ ടീം അല്ലേ? എ ടീമിന് പിന്നെ നമ്മളെ ചീസ് സാൻഡ്വിച്ച് വിത്ത് ഫ്രൂട്ട് ക്യൂബ്സ്, ബി ടീമിന് പിന്നെ ഹവായിൻ പൈനാപ്പിൾ ഗ്രാറ്റിൻ. ഓക്കെ, ഇനി രണ്ടുപേരും പറയണം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉള്ളതെന്ന് പറയണം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബ്രെഡ്, ഓക്കെ, ആപ്പിൾ, ക്യാരറ്റ്, വാട്ടർമെലൺ, പപ്പായ, ഓക്കെ, ചീസ്, ഓക്കെ, കാബേജ്, ഓക്കെ, കുക്കുംബർ ആൾസോ അല്ലേ? ഓക്കെ, നിങ്ങള് പൈനാപ്പിൾ, ഓക്കെ, ചീസ്, സാൾട്ട് ആൻഡ് പെപ്പർ, Okay. ടബാക്കോ സോസ്, എന്ത്? ടബാക്കോ ഓക്കെ, ടബാസ്കോ സോസ്, പിന്നെ വേറെ മസ്റ്റാർഡ് പേസ്റ്റ്. ഓക്കെ. അപ്പൊ രണ്ടുപേർക്ക് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയാലോ അല്ലേ? അറിയാലോ അല്ലേ? ഓക്കെ, ഒരു ഇത് കിച്ചണിൽ കയറുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? ഏപ്രിൽ ക്യാപ്പ് ഒക്കെ വേണം അല്ലേ? ഓക്കെ, രണ്ട് ടീമിനും കൊടുക്കാം അല്ലേ? രണ്ട് ടീമിന് ഏപ്രിൽ ക്യാപ്പ് കൊടുക്കാം. അപ്പോൾ ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടിയുണ്ട്. നമുക്ക് 10 മിനിറ്റ്സ് ടൈമാണ്. എൻ്റെ അടുത്തൊരു ടൈമർ ഉണ്ട്. ഇതിൽ ഞാൻ 10 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. 10 മിനിറ്റ്സ് കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയും. തുടങ്ങാം. So, your Time starts now. ഇതുവരെ എന്താ ചെയ്തത്? അബിൻ എന്തൊക്കെ ചെയ്തു? ബ്രെഡ് വെച്ച്, മയോണൈസ് പുരട്ടി, ചീസ് വെച്ചു, തക്കാളി മുറിച്ച് വെച്ചു, കുക്കുംബർ. ഓക്കെ, ചെയ്തോളൂ. ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്, വളരെ വേഗം വളരെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 1.5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ പറഞ്ഞേ? അല്ല, ഇതിന്റെ ഡിഷിന്റെ പേര് സലീന എന്നാക്കിയോ? പഴയ പേരെന്തായിരുന്നു? ഹവാലിയൻ പൈനാപ്പിൾ ഹവായിയൻ ആണോ ഹവാലിയൻ ആണോ? ഹവായിയൻ പൈനാപ്പിൾ. അപ്പോൾ ഇനി എന്താ പരിപാടി? ചീസ്. ഇത് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി ഒരുപാട് ടൈമില്ല കേട്ടോ. 6-7 മിനിറ്റ് കഴിഞ്ഞു. ഇനി 3 മിനിറ്റ് കൂടെ ടൈമുള്ളൂ. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നെ രണ്ടുപേരും കൂടി എനിക്ക്. ആദ്യം ഇതില് ഹവാലിയൻ പൈനാപ്പിളിന് ആദ്യം ഇൻഗ്രീഡിയൻസ് ആയിട്ട് സോൾട്ട് ആൻഡ് പെപ്പർ, ചീസ്, പൈനാപ്പിൾ, ഇത്രയും സാധനങ്ങൾ, മസ്റ്റർഡ് സോസ് ഒന്നുമില്ലേ? പേസ്റ്റും ടബാസ്കോ സോസും കൂടെ പേസ്റ്റ് ചെയ്ത്, ഇതെല്ലാം കൂടെ പേസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ട് അതിന്റെ പുറത്ത് ചീസ് ഇട്ടു. ഇനി നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ടൈം തീരാറായി. തീർന്നു. ഏരിയ ക്ലീൻ ആയിരിക്കണം. 4, 3, 2,
സലീന പൈനാപ്പിൾ ഹവായൻ പൈനാപ്പിൾ എന്താണ് ഹവായൻ പൈനാപ്പിൾ അല്ലേ? രണ്ടും ഓക്കെ, കാണാൻ നല്ല ഭംഗിയുണ്ട്. രണ്ടും കാണാൻ കൊള്ളാം അല്ലേ? കാണാൻ കൊള്ളാം. അപ്പൊ ഇത് രണ്ടും കാണാനൊക്കെ കൊള്ളാം. അതെ. ഓക്കെ, ഇനി ടേസ്റ്റിംഗ് ടൈം ആണ്. സെലീന പൈനാപ്പിൾ കൊള്ളാം, സാൻഡ്വിച്ച്. ചീസ് സാൻഡ്വിച്ചും കൊള്ളാം. പക്ഷേ എന്റെ ചീസ് സാൻഡ്വിച്ചിന് ഞാൻ വേറെ പറയട്ടെ, ചീസ് സാൻഡ്വിച്ചിന് ഇത്രയും തിക്കായിട്ടൊന്ന് കട്ട് ചെയ്യണം, വളരെ തിന്നായിട്ട് കട്ട് ചെയ്യണം. വളരെ തിക്കായി പോയി. പിന്നെ എന്താ പറയാ, ടൊമാറ്റോ കുക്കുമ്പറൊക്കെ വളരെ തിക്കായി പോയി. പിന്നെ ഇത് കാണാൻ കൊള്ളാം. ഓക്കെ, ഇനി ടേസ്റ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ടേസ്റ്റ് നോക്കാം. ഷെഫ് കഴിച്ചോണ്ടിരിക്കുകയാണോ? എനിക്കും വേണം. അത് വെജിറ്റേറിയൻ അല്ലേ? എനിക്കും വേണം ഒരു പീസ്. താങ്ക് യു. കൊള്ളാം, കൊള്ളാട്ടോ സെലീന പൈനാപ്പിൾ. കൊള്ളാം, കൊള്ളാം. നല്ല എന്താ പറയാ, ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ശരിക്കും ഒരു പിന്നെ സവറുണ്ട്, സോൾട്ട്, പിന്നെ മറ്റേ ചീസിന്റെ സോൾട്ട്നെസ് ഉണ്ട്, പിന്നെ മസ്റ്റാർഡിന്റെ ആ ഒരു ബിറ്റർനെസ് ഉണ്ട്, പിന്നെ നമ്മുടെ ടബാസ്കോ സോസിന്റെ സ്പൈസി ഉണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. അതായത് ഒരു 3-4 ടേസ്റ്റ് മിക്സഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ്. സ്പൈസിനെസ് ഉണ്ട്, പൈനാപ്പിൾ സ്പൈസിനെസ് ആക്കി, നമ്മൾ മസ്റ്റാർഡിന്റെ ഒരു ബിറ്റർനെസ് ഉണ്ട്, ചീസിന്റെ സോൾട്ട്നെസ് ഉണ്ട്, പൈനാപ്പിളിന്റെ സവറും സ്വീറ്റും ഉണ്ട്. അതാണ് ഇതിന്റെ ടേസ്റ്റ്. ഓക്കെ, കൊള്ളാം. ഒരു കഷ്ണം കൂടെ കഴിക്കാല്ലേ? കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൊള്ളാം, ആ ഒരു ടേസ്റ്റ് കൊള്ളാം. ടേസ്റ്റ് കൊള്ളാം, എനിക്കും ഇഷ്ടമായി. സെലീന പൈനാപ്പിൾ. പിന്നെ ഈ സാലഡിന് പിന്നെ എന്താ പറയുക, പിന്നെ കുറച്ച് സോൾട്ടിയാണ്. ഈ സാലഡ് കുറച്ച് സോൾട്ടിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ക്യാരറ്റും ക്യാബേജും പിന്നെ മയണൈസ്, സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്ത് ഇത് മയണൈസ് മിക്സ് ചെയ്തു. ഓക്കെ. പക്ഷെ ടൈം മാനേജ്മെന്റ് ഇവരാണ് ബെസ്റ്റ്. കാരണം പിന്നെ ഫ്രൂട്ട് ക്യൂബ്സ് ഉണ്ടായിരുന്നു, കോൾസൺ ഉണ്ടായിരുന്നു, പിന്നെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു. ഈ ക്യാരറ്റും പിന്നെ ക്യാബേജൊക്കെ ചോപ്പ് ചെയ്ത് ജോലി ചെയ്തതിന് ശേഷം കുറച്ച് സോൾട്ടും ഷുഗർ വിനിഗർ ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കാം. വീട്ടിലുണ്ടാക്കുമ്പോൾ അവിടെ ഒരു ടിപ്പാണ്. അത് സോക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനെ കുറച്ച് പിന്നെ വിനിഗറും സോൾട്ടും ഷുഗറൊക്കെ ഈ വെജിറ്റബിൾ അബ്സോർവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളം പുറത്തേക്ക് കളയും. അപ്പോൾ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് സ്ക്യൂസ് ചെയ്ത് എടുത്തിട്ട് മൈനസ് മിക്സ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. പുതിയ ടിപ്പുകളൊക്കെ ഓർത്ത് വെച്ചോട്ടോ. അപ്പൊ ഇത് പ്രസന്റേഷൻ വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ടേസ്റ്റ് വൈസ് എനിക്ക് ഇതാ ഇഷ്ടം. എടുത്ത് ഞാൻ ഒന്നുകൂടെ കഴിക്കാൻ പോകും. ഞാനും കഴിക്കും. ഇതെന്താ കോമ്പറ്റീഷൻ? നമ്മൾ തമ്മിലുള്ള കോമ്പറ്റീഷനാ. Okay. First prize goes to Team B. Okay. And second prize goes to Team A. Congratulations.